Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi wa bihi nasta'in. Wa sallallahu wa sallama wa baraka ala nabiyyina Muhammadin wa ala alihi wa ashabihi wa ahli baitihi at-tayyibin at-tahirin wa man tabi'ahum bi ihsanin ila yaumiddin. Wa ba'd. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം ഒരിക്കലും ന്യൂനതയോ കുറവോ പോരായ്മയോ ഏൽക്കാത്ത വിധം പ്രതാപമുറ്റവനും എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവനും മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. പടപ്പുകൾ അവർക്കുള്ള സ്ഥാനം, പദവി, അധികാരം, വാഴ്ച എത്രമേൽ ഉന്നതമാണെങ്കിലും ഉയർന്നതാണെങ്കിലും മേന്മ അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, അതൊക്കെ കുറവ് വരുന്നതും പോരായ്മയേൽക്കുന്നതും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അതിനൊക്കെ വിനാശം ഭവിക്കുന്നതുമാണ്. ആത്മീയതയിൽ വിരാജിച്ച് ലോകത്തിന് മാതൃകയായ എത്രയോ മഹോന്നതരുണ്ട്. അവരുടെ ചരിത്രം നമ്മൾ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ വായിക്കുന്നു. വിശിഷ്യ ഈ ആഷൂറ, മുഹറം 10 നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിനാൽ വാഴ്ത്തി പ്രശംസിക്കപ്പെട്ട വ്യക്തിത്വം ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഏറെ ശോഭനീയമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള മഹത്വങ്ങൾ ഗംഭീരമാണ്. മൻ സർറഹു അൻ യൻദുറ റജുലൻ മിൻ അഹ്ലിൽ ജന്ന ഫൽയൻദുർ ഇലാ ഹുസൈൻ ഇബ്നി അലിയിൻ റളിയല്ലാഹു അൻഹുമ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ കാണാൻ ആഗ്രഹിക്കുന്നവൻ ഹുസൈൻ ഇബ്നു അലിയിനെ നോക്കട്ടെ എന്നാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തിരുദൂതരുടെ റൈഹാന എന്ന പേരിൽ വിശ്രുതനാണ്. റൈഹാനത്തായ ഫിദ്ദുനിയ എന്നാണ്. ഈ ഭൗതികതയിൽ എൻ്റെ സുഗന്ധം, പരിമളം എന്നാണ് ഹസൻ ഹുസൈൻ പേരമക്കളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതൊരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇറാഖിലെ ജനത ഹജ്ജിൻ്റെ നാളുകളിൽ തന്നോട് ഫത്വ ചോദിച്ചു വന്നപ്പോൾ പറയുന്നുണ്ട്,
ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജിന് വന്ന ഇറാഖികൾ ഒരു സംശയം തീർക്കാൻ ഇബ്നു ഉമറിൻ്റെ അടുക്കൽ വരികയാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചവർക്ക് നായാടാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല. അപ്പോൾ ഈച്ചനെ കൊല്ലാൻ പറ്റുമോ എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ ഇബ്നു ഉമർ പറയാണ്, അന്നത്തേക്ക് കർബല കഴിഞ്ഞിരുന്നു. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിരുന്നു. ആ ഷഹാദത്തിന് പിന്നിൽ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിച്ചതിന് പിന്നിൽ ഏറ്റവും വലിയ ശക്തി കൂഫക്കാരാണ്, ഇറാഖിലെ ജനതയാണ്. അതുകൊണ്ട് തന്നെ ഈച്ചനെ കൊല്ലാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പ്രതികരിച്ചത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഹുസൈനെ വധിക്കുന്നതിൽ ഒരു വിരക്തി ഉണ്ടായിട്ടില്ല. ഒരു ഈച്ചനെ കൊല്ലുന്നതിൽ എന്താ സൂക്ഷ്മത? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്മാരായ ഹസൻ, ഹുസൈൻ എന്നിവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഉമാ റൈഹാനതായ ഫിദ്ദുനിയ എന്നാണ്. ദുനിയാവിൽ അവർ എൻ്റെ സുഗന്ധങ്ങളാണ്, പരിമളങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഒരു സ്ഥാനം കൂടി നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ഹസൻ്റേതെന്ന പോലെ ഒരിക്കൽ മലക്കുൽ ഖത്തർ, ഒരു മലക്ക് മഴയുടെ വിഷയത്തിൽ ചുമതലയേൽപ്പിക്കപ്പെട്ട മലക്കാവാം, തിരുദൂതരുടെ അടുക്കൽ വന്നു. നബിയോടൊപ്പം അറയിലിരുന്ന് സംസാരിക്കുവാൻ മലക്ക് ആഗതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യയോട് പറഞ്ഞു, വാതിൽക്കൽ നിൽക്കാൻ, ആരെയും കടത്തി വിടണ്ട എന്ന്. അങ്ങനെ മലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹുജറയിൽ സംസാരത്തിൽ. ആ ഇടയിലാണ് ഹുസൈൻ എന്ന തിരുനബിയുടെ പൗത്രൻ അവിടത്തേക്ക് അടുക്കുന്നത്. ആ റൂമിലേക്ക് കുട്ടിയല്ലേ, കുട്ടിയാണ്. കാരണം ഹിജ്റയുടെ 3-ലാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്, ഭൂജാതനാകുന്നത് ഹിജ്റയുടെ 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 11-ലാണ് വഫാത്താവുന്നത്. അപ്പോൾ ഹുസൈൻ തിരുവിയോഗ നാളിൽ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരിക്കും? 6 അല്ലെങ്കിൽ 7 വയസ്സ്. അപ്പോൾ ഹുസൈൻ കുട്ടിയാണ്. കുട്ടി ഓടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈൻ വന്ന മാത്രയിൽ വലിയ താല്പര്യത്തിൽ ഹുസൈനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈ മലക്കുൽ ഖത്തർ നബിയോട് പറയുകയാണ്, അതുഹിബ്ബുഹു, ഈ കുഞ്ഞിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ ആ മലക്ക് അവിടെ ഓതിയത്, നിങ്ങളുടെ ഉമ്മത്തികളിൽ ചിലർ ഈ കുഞ്ഞിനെ വധിക്കുമെന്ന് പറഞ്ഞ് മലക്കൊരു പിടി മണ്ണ് കൊണ്ടുവന്ന് കാണിച്ചു. ഈ മണ്ണിൽ അതൊരു ചുവന്ന മണ്ണായിരുന്നു, അത് കർബലയിലെ മണ്ണാണ്, ഇവിടം കൊല്ലപ്പെടും എന്നാണ് പറഞ്ഞത്. അതോടുകൂടി തിരുനബിയുടെ മുഖത്തിൻ്റെ പ്രസരിപ്പ് നഷ്ടമായി. വിഷണ്ണമായ മുഖഭാവത്തിൽ ദുഃഖഭരിതനായി തിരുനബി കാണപ്പെട്ടു എന്നാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു ഏറെ പ്രശസ്തിയുള്ള സ്ഥാനമുള്ള വ്യക്തിത്വമാണ് ഇസ്ലാമിൽ. തിരുനബിയുടെ പൗത്രനാണ്. അലി ഫാത്തിമ ദമ്പതികളുടെ മകനാണ്. ഹിജ്റാബ്ദം 61 മുഹറം മാസം ഒരു വെള്ളിയാഴ്ച ദിവസം ഹുസൈൻ തൻ്റെ കുടുംബത്തിലെ, നബി കുടുംബത്തിലെ 18 പേരോടൊപ്പം കർബലയിൽ ഷഹീദായി. 18 നബി കുടുംബത്തിലെ മെമ്പർമാരും അവിടെ ഷഹീദായിട്ടുണ്ട്. ഹുസൈൻ മാത്രമല്ല ഷഹീദായിട്ടുള്ളത്, റളിയല്ലാഹു തആല അനിൽ ജമിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോടൊപ്പം ക്ഷണിക്കപ്പെട്ട ഒരു വിരുന്നിൽ സന്നിഹിതരാകാൻ പോവുകയാണ്. വിരുന്നിന് വിളിക്കപ്പെട്ടപ്പോൾ തിരുനബി സഹാബത്തിനോടൊപ്പം പോവുകയാണ്. ആ വഴിയിൽ ഹുസൈൻ എന്നവർ കളിക്കുകയാണ്. ഹുസൈനെ കണ്ട മാത്രയിൽ ആൾക്കൂട്ടത്തിൽ തെറ്റി തിരുനബി ഹുസൈൻ്റെ പിന്നാലെയായി. കുട്ടി ചിരിച്ച് കളിച്ചോടുകയാണ്. തിരുനബി പിന്നാലെ ഓടുകയാണ്. അവസാനം കുട്ടിയെ കടന്നു പിടിച്ചു തിരുനബി.
ഒരു കൈ താടയുടെ ചുവട് ഭാഗത്ത്, മറ്റേ കൈ തിരുനബിയുടേത് ശനിയുടെ ഭാഗത്ത്. അങ്ങനെ കുട്ടിയെ പിടിച്ച് ഓമനിച്ച് ഉമ്മ വെച്ച് തിരുനബി പറഞ്ഞത്, ഹുസൈനു മിന്നി വഅന മിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽ നിന്ന്, ഞാൻ ഹുസൈനിൽ നിന്ന്. ഹുസൈൻ സിബ്തു മിനൽ അസ്ബാത്ത്. സിബത്ത് എന്ന് പറഞ്ഞാൽ പേരമക്കൾക്ക് പറയും, നന്മയിൽ വിരാജിക്കുന്ന ഒരു ഗോത്രം, അതിന് സിബത്ത് എന്ന് പറയും. ഹുസൈൻ അതാണെന്ന് പറഞ്ഞു തിരുനബി. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഹുസൈനെ അള്ളാഹു പ്രീതിപ്പെടാൻ, അല്ലാഹുമ്മ അഹിബ്ബ ഹുസൈനൻ. അതേപോലെ ഹുസൈനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു എത്രമേൽ സ്ഥാനമുള്ള സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗാർഹരിൽ യുവാക്കൾ, അവരുടെ നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹുസൈൻ എന്നവരുടെ സ്ഥാനം ഈ ദീനിൽ വളരെ വലുതാണ്. എത്രമേൽ ധാർമ്മികതയിൽ, ആത്മീയതയിൽ, മഹത്വത്തിൽ മികച്ചവരാണെങ്കിലും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ശത്രുവിൻ്റെ കരങ്ങളാൽ വധിക്കപ്പെടുകയാണ് ഉണ്ടായത് കർബലയിൽ. അത് അത്യന്തം വേദനാജന്യമാണ്. ആ ഘാതകർ ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റവാളികളുമാണ്. പക്ഷേ പടപ്പുകൾ അവർ ആരായാലും, എത്രമേൽ ആത്മീയതയിൽ വിരാജിച്ചാലും അവരുടേതൊന്നും പൂർണ്ണമല്ല. അവർക്കുള്ള സ്ഥാനവും പദവിയും അത് ഒരു പോറലുമേൽക്കാതെ കുറവുമില്ലാതെ തുടരും എന്നതില്ല. ചോരാത്ത, തകരാത്ത, ന്യൂനതയേൽക്കാത്ത സ്ഥാനവും മഹത്വവും അതിശക്തിയും അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടേത് മാത്രമാണ്. നബി കുടുംബത്തിൽ ഞാൻ പറഞ്ഞു, ഹുസൈൻ മാത്രമല്ല ഷഹീദായിട്ടുള്ളത്. കർബലയിൽ തന്നെ 18 പേർ നബി കുടുംബത്തിൽ ഷഹീദന്മാരുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കൾ പലരും ഷഹീദായി. ഹുസൈൻ്റെ സഹോദരങ്ങൾ, ആ ശുഹദാക്കളിൽ അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട്, ഉസ്മാൻ ഉണ്ട്. അബൂബക്കർ ഇബ്നു അലി, ഉമർ ഇബ്നു അലി, ഉസ്മാൻ ഇബ്നു അലി റളിയല്ലാഹു അനിൽ ജമീ. ഇവർ ഹുസൈൻ്റെ അർദ്ധ സഹോദരങ്ങളാണ്, വാപ്പയത്ത സഹോദരങ്ങളാണ്. ഹുസൈൻ്റെ മാതാവ് ഫാത്തിമയാണ് റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമയിലല്ലേ ഈ മക്കൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യുത അലി റളിയല്ലാഹു തആല അൻഹു വേറെ വിവാഹം കഴിച്ചതിലുണ്ടായ കുട്ടികളാണ് അബൂബക്കറും ഉമറും ഉസ്മാനും. അവർ ഹുസൈനോടൊപ്പം കർബലയിൽ ഷഹീദായവരാണ്. നബി കുടുംബത്തിൽ പിന്നീട് ശുഹദാക്കളെ എണ്ണുമ്പോൾ അബൂബക്കർ ഇബ്നുൽ ഹസനുണ്ട്, ഉമർ ഇബ്നുൽ ഹസനുണ്ട്. ഹസന്റെ മകൻ അബൂബക്കറുണ്ട്, ഹസന്റെ മകൻ ഉമറുണ്ട്. ആരാ ഇവർ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പൂർണ്ണ സഹോദരൻ ഹസൻ എന്നവരുടെ മക്കളാണ് അബൂബക്കറും ഉമറും. കർബലയിൽ ശുഹദാക്കൾ. ഞാൻ പറഞ്ഞു വരുന്നത്, നബി കുടുംബത്തിലെ മെമ്പർമാർ കർബലയിൽ രക്തസാക്ഷികളായത് പലരാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി വെച്ച് ബാക്കിയുള്ളവരെല്ലാവരും കർബലയിൽ ഷഹീദായിട്ടുണ്ട്. പക്ഷെ ആ ശുഹദാക്കളെയൊന്നും നബി കുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊലിപ്പിക്കുന്ന, വേപത് പൂണ്ട് ആർത്തുവിലാപം നടത്തുന്ന, ആശൂറയിൽ കൊട്ടിയാടുന്ന, ബഹളം വെക്കുന്ന, കരിങ്കൊടി നാട്ടുന്ന, നബി കുടുംബത്തിൻ്റെ പേരിൽ അലമുറയിട്ടത് കരയുന്നവർക്ക് പരിചയമല്ല. ഹുസൈനെ മാത്രമേ പരിചയമുള്ളൂ. കാരണം ഹുസൈൻ അല്ലാത്തവരെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അബൂബക്കറിനെ എണ്ണണം, ഉമറിനെ എണ്ണണം, ഉസ്മാനെ എണ്ണണം, അബൂബക്കർമാരെ എണ്ണണം, ഉമറുമാരെ എണ്ണണം. പക്ഷേ ആ പേരുകളൊക്കെ ഇന്ന് നബി കുടുംബത്തിൻ്റെ പേരിൽ ഒഴുക്കുന്നവർക്ക് വിരക്തിയാണ്. അബൂബക്കറും ഉമറും ഒക്കെ ശാപാർഹരും അവർക്ക് വേണ്ടി ശാപപ്രാർത്ഥന നടത്തുന്നവരുമാണ് അവർ. കേൾക്കുന്ന പേരുകളിൽ
ഏറ്റവും വിരക്തിയും വർജ്യവുമായി ആ വിഭാഗം ആളുകൾക്ക് ഈ പേരുകളാണെന്ന് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ തങ്ങൾ കൊണ്ട് നടക്കുന്ന ആദർശം അതുമായി ഈ നബി കുടുംബത്തിലെ എല്ലാ പേരുകളെയും എണ്ണിയിട്ടുണ്ട് എങ്കിൽ എല്ലാവരെയും ഷഹീദന്മാരായി പരിഗണിച്ച് അവർക്ക് വേണ്ടി സംസാരിച്ചാൽ തങ്ങളുടെ ആദർശത്തോട് അത് ഏറ്റുമുട്ടുമെന്നതിനാലാണ് അതൊക്കെ തമസ്കരിച്ചുകൊണ്ടൊരു ഹുസൈനിൽ പരിമിതപ്പെട്ടൊരു ഹുസൈനിയ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പടപ്പുകൾ അവർ എത്രമേൽ ഉന്നതരും സ്ഥാനമുള്ളവരും നേതൃപദവിയിൽ വിരാജിക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെയും അവരുടെ അതിജയത്തിന്, ഇസ്സത്തിന് പോറിലേൽക്കുന്ന, ഇടിവ് പറ്റുന്നതായ ചില ചരിത്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി അജയ്യത എന്നുള്ളത് അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ മാത്രം പ്രത്യേകതമാണ്. സമ്പൂർണ്ണാർത്ഥത്തിൽ സമഗ്രമായി അത് മേലായവന് മാത്രം എന്നുള്ളത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ കലൈസി ഗാബാത്തിൻ കരീഹിൽ മംബറ എന്നാണ് അലി തന്നെയും പറഞ്ഞത് തന്നെക്കുറിച്ച്. എൻ്റെ ഉമ്മ എനിക്ക് ഹൈദർ എന്ന് പേരിട്ടു. അതിൻ്റെ പ്രത്യേകത എന്താ? കാട്ടിലെ സിംഹത്തെ പോലെയാണ് അല്ലേ? കാണുമ്പോൾ നോക്കുമ്പോൾ ഭീതി ജനിപ്പിക്കുന്ന, അനിഷ്ടം ജനിപ്പിക്കുന്ന ധീരത, അതാണ് ആ സിംഹത്തിൻ്റെ പ്രത്യേകത. ആ ഒരു ധീരതയിലായിരുന്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. അത് അദ്ദേഹത്തിൻ്റെ ശാരീരിക മികവിൻ്റെ മാത്രം വിഷയത്തിലല്ല. അലി റളിയല്ലാഹു തആല അൻഹു അത്രമേൽ ശാരീരിക മികവിലും തികവിലും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പല യുദ്ധങ്ങളിലും കോട്ടവാതിലുകൾ പരിചയാക്കി അലി യുദ്ധം ചെയ്തതിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അതോടൊപ്പം അലി റളിയല്ലാഹു തആല അൻഹു ധാർമ്മികതയിലും ദീനിലും ആ ഒരു മികവിൽ തന്നെയാണ്. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ദിനാർ ഇബ്നു അൽ ഹാരിസ് അസുദായി ആനയിക്കപ്പെടുന്നുണ്ട്. ദിനാർ ഇബ്നു അൽ ഹാരിസ് അസുദായി അലി റളിയല്ലാഹു തആലാന്റെ കക്ഷിക്കാരനായിരുന്നു. നമുക്കറിയാം, മുആവിയ റളിയല്ലാഹു തആലാനും അലി റളിയല്ലാഹു തആലാനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ചിലത് യുദ്ധത്തിൽ കലാശിച്ചിരുന്നു. അലി ആരുടെ പക്ഷം പിടിച്ചവരുണ്ട്, മുആവിയയുടെ പക്ഷം പിടിച്ചവരുണ്ട്. മുആവിയയുടെ പക്ഷത്തായിരുന്നില്ല ദിനാർ ഇബ്നുൽ ഹാരിസ് അസുദായി. പക്ഷെ എന്നാലും ഒരിക്കൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ദിറാറിനെ വിളിക്കുകയാണ്. അങ്ങനെ ദിറാർ ഇബ്നുൽ ഹാരിസ് മുആവിയൻ്റെ അടുക്കൽ വന്നപ്പോൾ മുആവിയ പറയാണ്, ഹദ്ദിസ്നി അൻ അബുൽ ഹസൻ അലി ഇബ്നു അബി താലിബ്, അബുൽ ഹസൻ അലീനെ കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞാലും എന്ന് ദിറാറിനോട് ആര്? മുആവിയ. പക്ഷേ മുആവിയൻ്റെ മുമ്പിൽ അലീൻ്റെ വർണ്ണന പറയാൻ ദിറാറിന് പേടി. കാരണം അവർ കുറച്ചു കാലം അന്യോന്യം പ്രശ്നങ്ങളിൽ തുടർന്നതാണ്. അപ്പോൾ അലീൻ്റെ നന്മ അവിടെ ഓതിയാൽ അത് മുആവിയക്ക് ദഹിക്കുമോ എന്നതാണ് ദിറാർ ഇബ്നുൽ ഹാരിസ് അസുദായിയുടെ പ്രശ്നം. പക്ഷേ മുആവിയ പറഞ്ഞു, എന്തുണ്ടെങ്കിലും പറയാൻ പറഞ്ഞു, ഒരു പ്രശ്നമല്ല, ഉള്ളത് പറയാൻ പറഞ്ഞു. ഈ സമയം ദിറാർ ഇബ്നുൽ ഹാരിസ് പറഞ്ഞത്, ലഖദ് സാഹബ്തു അലിയൻ, ഞാൻ അലിയിനോട് സഹവസിച്ചിട്ടുണ്ട്. അലിയിനോടൊപ്പം രാവും പകലും ഒരുപോലെ സഹവസിച്ച ആളാണ് ദിറാർ. ഞാൻ അലിയിനോട് സഹവസിച്ചിട്ടുണ്ട്. ഫവജത്തുഹു ആബിദൻ ആലിമൻ സാഹിദൻ, അലീനെ ഞാൻ കണ്ടത്
ആരാധനയിൽ മുഴുകിക്കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ആലിമൻ സാഹിദൻ, അലി ജ്ഞാനിയാണ്, വിരക്ത ജീവിതം നയിക്കുന്ന ആളാണ്. വല്ലാഹി ലഖദ് റഅയ്തുഹു ഫിൽ ലൈലി ദാമിസ് യഖ്ബദു അലാ ലിഹിയതിഹി ബിയദൈഹി. ചില ഇരുണ്ട രാവുകളിൽ ഞാൻ അലീനെ കണ്ടിട്ടുണ്ട്. തൻ്റെ ഇരു കരങ്ങൾ കൊണ്ട് താടി കൂട്ടിപ്പിടിച്ച് അലി പറയും, യാ ദുനിയ യാ ദനിയ തല്ലഖ്തുകി സലാസൻ. ദുനിയാവ്, അതിനെ അഭിസംബോധന ചെയ്ത് അലി പറയും, ദുനിയാവ് ദനീയത്താണ്, നിസ്സാരമാണ്, ഞാൻ നിന്നെ മൂന്നും ചൊല്ലിയിരിക്കുന്നു, ദുനിയാവിനോട് ഞാൻ വിട ചൊല്ലിയിരിക്കുന്നു എന്ന് അലി പറയാറുണ്ട്. മാത്രമല്ല അലി തുടർത്തും, സാദുക ഹഖീർ വ ഉംറുക ഖസീർ വ സഫറുക തവീൽ. ദുനിയാവിൻ്റെ വിഭവങ്ങൾ നിസ്സാരമാണ്, ദുനിയാവിൻ്റെ ആയുസ് അത് പരിമിതമാണ്, ദുനിയാവിലെ യാത്രയാകട്ടെ സുദീർഘവുമാണ്. യാത്ര സുദീർഘമാണ് ദുനിയാവിൽ, യാത്രക്ക് പാതയം വേണം, അതാകട്ടെ വളരെ പരിമിതവും കുറച്ചുമാണ്. ഉദ്ദേശം എന്താ? പരലോക യാത്രയിൽ ഒരിടവേളയാണ് ദുനിയാവ്, പരലോകം നീണ്ട യാത്രയാണ്. അവിടേക്ക് വേണ്ട പാതേയം ദുനിയാവിലെ പാതയല്ല, പിന്നെയോ തഖ്വയാകുന്ന പാതേയമാണ്. അത് വളരെ കുറവാണ് എന്നാണ് അലിയാർ പരിതപിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ആഹിം മിൻ ഖില്ലത്തി സാദ് വ ബുഅദി സഫർ. പാതയം വളരെ കുറവാണ്, യാത്ര വിദൂരവുമാണ്. അതുകൊണ്ട് കഷ്ടത ഓതുകയാണ് അലി. എപ്പോ? ആൾക്കൂട്ടത്തിലല്ല, പിന്നെയോ ഇരുളിൻ്റെ മറവിൽ, രാവിൻ്റെ നിറവിൽ തൻ്റെ താടി കൂട്ടിപ്പിടിച്ച് അലിയാർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് ദിറാർ ഇബ്നുൽ ഹാരിസ് അസ്സുദാഇ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്. അത് അലിയാരുടെ ശൈലിയാണെന്ന്, ജീവിത രീതിയാണെന്ന് കേൾക്കുന്ന മുആവിയ കരയുകയാണ്. എന്നിട്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു അലിയിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, റഹിമല്ലാഹു അബൽ ഹസൻ, റഹിമല്ലാഹു അബൽ ഹസൻ, അബുൽ ഹസൻ അലിയിനോട് അള്ളാഹു കരുണ കാണിക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, അലിയാരുടെ ജീവിതനാളിനൊടുവിൽ അദ്ദേഹത്തിനോടൊപ്പം വസിച്ച ദിറാർ ബിനുൽ ഹാരിസിൻ്റെ അലിയാരെക്കുറിച്ചുള്ള, അതും രാത്രിയുടെ മറവിൽ അലിയാരുടെ ധാർമ്മികതയെ അറിയിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എത്രമേൽ മികവിൽ ജീവിച്ച, മികവിൽ ഭരിച്ച, ശാരീരിക മികവിൽ കഴിഞ്ഞ വ്യക്തിത്വമാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അലി ഈ ദുനിയാവിൽ നിന്ന് യാത്രയായത് എങ്ങനെയാണ്? അദ്ദേഹവും കൂഫയിലെ പള്ളിയിൽ ഒരു സുബഹി നമസ്കാരത്തിന് വരുമ്പോൾ കുടുംബത്തെ വിളിച്ചുണർത്തി അസ്സല എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് വരുമ്പോൾ ഇരുളിൻ്റെ മറവിൽ ഒളിഞ്ഞിരുന്ന ഒരു ഇരുളിൻ്റെ ശക്തി അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ലഅനഹുല്ലാ അലിയിനെ വെട്ടുകയാണ്. വിഷത്തിൽ കരുതി വച്ച, ദിവസങ്ങൾ കരുതി വച്ച, മാസത്തിലേറെ കരുതി വച്ച ഒരു കത്തി കൊണ്ടാണ് അലിയാരുടെ നെറുകയിൽ അയാൾ വെട്ടി നെറുക പിളർത്തിയത്. അത് അലിയാരിൻ്റെ തലച്ചോറിനെ വരെ ബാധിച്ചു എന്നുള്ളതാണ്. തലച്ചോറിന് ക്ഷതമേറ്റപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, അലി നിങ്ങളുടെ പിൻഗാമിക്ക് നിങ്ങൾ വസീയത്ത് കൊടുത്തോളൂ, ഹസനെ പിൻഗാമിയായി നിശ്ചയിച്ചോളൂ, കാരണം നിങ്ങളുടെ അജലടുത്തു, മരണമെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത്. അറബികളുടെ ചരിത്രം എടുത്താൽ കഴിവിലും ബുദ്ധിയിലും നേതൃപാടവത്തിലും ഭരണത്തിലും ഏറെ മികച്ച ആളുകളെ നമ്മൾ
ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ദുഹാത്തുൽ അറബ് എന്ന് പറയും. അറബികളിൽ ഏറെ പ്രാവീണ്യരായ ആളുകൾ. അത് ചില വിഷയങ്ങളിൽ മാത്രമല്ല, പല വിഷയങ്ങളിൽ 4 പേർ അതിൽ പ്രസിദ്ധരാണ്, അറബികളുടെ ദുഹാത്ത്. ഒന്ന് മുഗീറ ഇബ്നു ശുഅബ അസ്സഖഫിയാണ്. 2 മുആവിയ ഇബ്നു അബി സുഫിയാൻ അൽ അമവിയാണ്. 3-ാമത്തേത് അംർ ബിൻ ആസ് അസ്സഹ്മിയാണ്. 4-ാമത്തേത് സിയാദ് ഇബ്നു അബീഹ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ 4 പേർ അറബികളുടെ ദാഹിയത്ത് എന്ന് പറയും. അവർക്ക് ദിഷണാശക്തി, ഭരണശക്തി, കായിക ബലം, നേതൃപാടവം ഇതൊക്കെ തികഞ്ഞ തികവിലാണ്. അതുകൊണ്ടാണ് അവർ ദാഹിയത്തുൽ അറബ്, ദുഹാത്തുൽ അറബ് എന്ന പേരിലൊക്കെ പ്രസിദ്ധം. മുഗീറത്ത് ബിൻ ശുഅബ ബനി സഖീഫ് ഗോത്രക്കാരൻ, സഖഫിയാണ്. ഇസ്ലാം ആശ്ലേഷിച്ച മഹാൻ. അദ്ദേഹത്തിന് ഭരണത്തിൽ നല്ല കഴിവാണ്. പെട്ടെന്ന് ഉത്തരം കണ്ടെത്തി പ്രതിയോഗിയെ വരുതിയിൽ കൊണ്ടുവരാനുള്ള മികവുള്ള വ്യക്തിയാണ്. ഒരു ചരിത്രം അദ്ദേഹത്തിൻ്റെ വായിച്ചത് ഓർമ്മയിൽ തെളിയുന്നത്, ഉമർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ മുഗീറത്ത് ബിൻ ശുഅബയെ ബഹ്റൈൻ്റെ ഗവർണറാക്കി. ഉമർ ബഹ്റൈനിൽ ഗവർണറാക്കി. ഇന്നത്തെ ബഹ്റൈനിൽ അന്നത്തെ ബഹ്റൈൻ, ഇന്നത്തെ ബഹ്റൈൻ വേറെ, അന്നത്തെ ബഹ്റൈൻ വേറെ. ഈ ഭാഗങ്ങൾ ഒക്കെ അന്ന് ബഹ്റൈൻ എന്ന പേരിൽ പ്രസിദ്ധമാണ്. മുഗീറ റളിയല്ലാഹു തആല അൻഹു തികഞ്ഞ നീതിമാനാണ്. ദീനി നഷ്ടമായ ജീവിതവുമാണ്. പിൽക്കാലത്താണ് ഇസ്ലാം ആശ്ലേഷിച്ചതെങ്കിലും ഇസ്ലാം ആശ്ലേഷിച്ച് തിരുനബിയുടെ ശിക്ഷണം ലഭിച്ചതിൽ പിന്നെ മുഗീറ അങ്ങനെയായിരുന്നു. ഉമറിൻ്റെ കാലത്ത് ബഹ്റൈനിലെ ഗവർണറായ മുഗീറ ബഹ്റൈനിൽ ഭരണം നടത്തി. തൻ്റെ ദീനീ നിഷ്ഠയിലും നീതിയിലും പൊറുതികെട്ട് ബഹ്റൈൻ ജനത. ദീനില്ലായ്മയല്ല പ്രശ്നം, അനീതിയല്ല പ്രശ്നം, പിന്നെ നീതിയാണ് അവർക്ക് പ്രശ്നം. ഹജ്ജ് സീസണിൽ ഹാജിമാർ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആലാന്റെ ഒരു പതിവുണ്ട്. ഓരോ നാട്ടുകാർ വരുമ്പോഴും ആ നാട്ടുകാരോട് അവിടുത്തെ ഗവർണർമാരുടെ അവസ്ഥകൾ ചോദിക്കും. എന്നിട്ട് നാട്ടുകാർ ഗവർണർമാരെ കുറിച്ച് പറയുന്നതിനനുസരിച്ചാണ് പിന്നീട് ആ ഗവർണർമാരുടെ തുടർഭരണം. മുഗീറയുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ ജനത അവരും ഹജ്ജിന് വന്നു. മുഗീറ അവരുടെ കൂടെ ഉണ്ട്. അവരിൽ ചിലർ 1,00,000 ദിർഹമുകൾ കയ്യിൽ കരുതിയിരുന്നു. 1,00,000 ദിർഹം കയ്യിൽ കരുതിയിരുന്നു. അത് ഉമറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഉമറിനോട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ, മുഗീറ ഞങ്ങളുടെ ഗവർണറാണ്. മുഗീറ ഞങ്ങളുടെ ഗവർണറായി വന്നപ്പോൾ നിർധനനാണ്, സോലൂക്ക്, 5 പൈസ ഗതിയില്ല, സോലൂക്കാണ്. പക്ഷേ ഞങ്ങളിൽ നിന്ന് സമ്പാദിച്ച് സ്വാർത്ഥമായി ബൈത്തുൽ മാലിലേക്ക് അടക്കാതെ സ്വാർത്ഥമായി സ്വത്ത് സമ്പാദിച്ച് കുറേ സമ്പാദ്യം മുഗീറക്കുണ്ട്. ഇപ്പം അതാ ഞങ്ങൾ 1 ദിർഹം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിന്? ഹജ്ജിന് വന്നപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് 1 ദിർഹം, 1,00,000 ദിർഹം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഫറാസത്തിൽ പ്രാവീണ്യനാണ്, അഗ്രഗണ്യനാണ്. എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അത് ഭാവി പ്രവചനമല്ല, ഭാവി വായിക്കലുമല്ല, പിന്നെ ലക്ഷണം നോക്കി വിധി പറയുന്ന വിഷയം, അതാണ് ഫറാസത്ത്. അത് വിശ്വാസികളുടെ പ്രത്യേകതയാണ്. ചില വിശ്വാസികൾക്കുള്ള അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേകതയാണ്. ഉമറിൻ്റെ ചരിത്രത്തിൽ അത് കുറേ കാണാം നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ.
ഏതായാലും ഇവരിത് പറഞ്ഞു, 1,00,000 മുഗീറ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വിചാരിച്ചത് ഇത് കേട്ട മാത്രയിൽ ഉമർ വെട്ടൊന്ന് കഷ്ണം 2 എന്ന നിലക്ക് മുഗീറയെ സ്ഥാനഭ്രഷ്ടനാക്കി മറ്റൊരു ഗവർണറെ നിശ്ചയിക്കുമെന്നാണ്. പക്ഷേ ഇവരിത് പറഞ്ഞ മാത്രയിൽ അവരെ നിർത്തി മുഗീറയെ വിളിപ്പിച്ചു ഉമർ അമീറുൽ മുഅ്മിനീൻ. എന്നിട്ട് മുഗീറയോട് ചോദിച്ചു, മുഗീറ, നിങ്ങൾ നിർധനനായി നായ പൈസ കയ്യിലില്ലാതെ ഇവരുടെ ഗവർണർ സ്ഥാനം ഏറ്റെടുത്ത് അവരെ ഭരിച്ചു. നിങ്ങൾ കുറേ അന്യായമായി സമ്പാദിച്ചു എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അവർക്ക് 1,00,000 ദിർഹം കൊടുത്തിട്ടുണ്ട്, അവർ നിങ്ങളുടെ സ്വത്ത് സൂക്ഷിക്കാൻ എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അപ്പം മുഗീറ പറഞ്ഞു, ഞാൻ 1,00,000 ദിർഹമല്ല അവരുടെ അടുക്കൽ കൊടുത്തിട്ടുള്ളത്, ഞാൻ 2,00,000 കൊടുത്തിട്ടുള്ളത്. 1,00,000 എങ്ങനെ? 1,00,000 അല്ല, പിന്നെ ഞാൻ 2,00,000 അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ തിരികെ തരേണ്ടത് എനിക്ക് 2,00,000 എന്ന് പറഞ്ഞു. അവരാകെ മുഗീറയെ പറ്റിക്കാൻ 1,00,000 കരുതിയിട്ടുള്ളൂ, അതേ അവരെടുത്തുള്ളൂ. അപ്പോൾ ഉമർ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, 2,00,000 തന്നിട്ടുണ്ടല്ലോ മുഗീറ, എവിടെ ബാക്കി 1,00,000? അതോടുകൂടി അവർ ഒയന്നു, അവർ ഉത്തരം മുട്ടി, അവർ പകച്ചു. അപ്പോൾ ഉമറിന് മനസ്സിലായി സത്യം മുഗീറയുടെ പക്ഷത്താണ്. അവരെ വിചാരണ ചെയ്തു. ആ വിചാരണയിൽ അവർ പറഞ്ഞത്, മുഗീറയുടെ ദീനും മുഗീറയുടെ അതിലും നീതിയും അതിൽ പൊറുതികെട്ടാണ് ഞങ്ങൾ ബഹ്റൈനിൽ കഴിയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടമാക്കാൻ ഞങ്ങളൊരു കുതന്ത്രം പ്രയോഗിച്ചത് മാത്രമാണ്. അവർക്കത് സമ്മതിക്കേണ്ടി വന്നു. മുഗീറയെ തന്നെ ബഹ്റൈൻ്റെ ഗവർണറാക്കി വീണ്ടും അമീറുൽ മുഅ്മിനീൻ ഉമർ നിർണയിക്കുകയുണ്ടായി എന്നത് ചരിത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, അറബികളുടെ ദാഹിയത്ത് മുഗീറ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനൊരു ഉദാഹരണമാണ്. ഭരണത്തിൻ്റെ പ്രാവീണ്യത, ആളുകളെ ഭരിക്കുവാൻ നീതിയിൽ ധർമ്മനിഷ്ഠയിൽ ഭരിക്കാനുള്ള കഴിവ്, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രത്യേകത എന്നുള്ളതാണ്. അതിലൊന്ന് സിയാദ് ബിൻ അബീഹിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മറ്റൊരാൾ സിയാദ് ബിൻ അബീഹ് എന്ന് പറഞ്ഞാൽ സിയാദ് ബിൻ സുമയ്യ എന്ന് പറയും. ഖുറൈശികളിൽ ഒരു ബിഷഗ്വരനുണ്ടായിരുന്നു, അൽ ഹാരിസ് ബിൻ കലദ എന്നാണ് പറയുക. ആ ബിഷഗ്വരൻ്റെ വെള്ളാട്ടി പണ്ട് ജാഹിലിയത്തിൽ, ഇസ്ലാമിന് മുമ്പ്, സുമയ്യ എന്ന് പറയുന്ന സ്ത്രീയെ അബൂ സുഫിയാൻ പ്രാപിക്കുകയുണ്ടായി. അബൂ സുഫിയാന് ആ സുമയ്യയിലുണ്ടായ മകനാണ് സിയാദ്. അതുകൊണ്ടാണ് സിയാദ് ബിൻ അബീഹ് എന്നോ അല്ലെങ്കിൽ സിയാദ് ബിൻ അബി സുഫിയാൻ എന്ന് പറയില്ല, പിന്നെ സിയാദ് ബിൻ അബീഹ് എന്ന് പറയും, അല്ലെങ്കിൽ സിയാദ് ബിൻ സുമയ്യ എന്ന് പറയും. മുആവിയ റളിയല്ലാഹു തആല അൻഹു അബൂ സുഫിയാൻ ഹിന്ദ് ദമ്പതികൾക്ക് നേരിട്ടുണ്ടായ മകൻ. അബൂ സുഫിയാന് വെള്ളാട്ടിയിൽ പിറന്ന മകനാണ് ആര്? സിയാദ്. പക്ഷേ അദ്ദേഹം സഹോദരൻ മുആവിയയെ പോലെ, അർദ്ധ സഹോദരൻ മുആവിയയെ പോലെ ദക്ഷിണാശാലിയാണ്, പ്രതിഭയാണ്. മുആവിയ ബിൻ അബി സുഫിയാൻ മറ്റൊരാൾ. എത്ര പ്രാവീണ്യം! അവധാനതയിൽ, വിവേകത്തിൽ, വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, അതേപോലെ നേതൃപാടവത്തിൽ മുആവിയ മാതൃകയാണ്. പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഒതുക്കുന്നതിലുമുള്ള മുആവിയയുടെ കഴിവും ചരിത്രത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ്. പക്ഷേ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഭരണം നടത്തി. അവ്വലു മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ രാജാവ്, വഅഫ്ദലുഹും, അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. ഈ കീർത്തിയൊക്കെ ആർക്കുണ്ട്? മുആവിയ റളിയല്ലാഹു അൻഹുവിനുണ്ട്. പക്ഷേ മരണം വരിക്കുന്ന നാളിൽ താൻ മറമാടപ്പെടുന്ന ഖബർ കണ്ട മുആവിയ, തൻ്റെ മേൽ വന്നു വീഴാനിരിക്കുന്ന മണ്ണ് കണ്ട മുആവിയ നിസ്സഹായനായിരുന്നു എന്നുള്ളതാണ്. തനിക്കതുവരെ ഉണ്ടായിരുന്ന കഴിവോ, തൻ്റെ മേൽക്കോയ്മയോ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള തൻ്റെ മികവോ, തൻ്റെ അവധാനതയോ, വിവേകമോ ഒന്നും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളിയാളം മരണം വന്നെത്തിയപ്പോൾ
അത് തടുക്കാൻ ഉണ്ടായില്ല എന്നുള്ളതല്ലേ ചരിത്രം. ഹാറൂൻ അർ റഷീദ് ഇസ്ലാമിക ഖലീഫമാരുടെ ചരിത്രം വായിക്കുമ്പോൾ, വിശിഷ്യ അബ്ബാസികളുടെ ചരിത്രം വായിക്കുമ്പോൾ ഏറ്റവും പ്രാവീണ്യനായ ഭരണാധികാരിയാണ്, ഖലീഫയാണ് ഹാറൂൻ അർ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി. എത്ര സാമ്രാജ്യങ്ങൾ, ഇന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട സാമ്രാജ്യങ്ങൾ, അതന്ന് ഒത്തുകൂട്ടി അവയെല്ലാം ഭരണം ഭരിച്ച കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു ഖലീഫ ഹാറൂൻ റഷീദ്. തൻ്റെ ഭരണകാലത്ത് 8 ഹജ്ജ് ചെയ്തു. ഒരു വർഷം ഹജ്ജാണിയെങ്കിൽ അടുത്ത വർഷം ജിഹാദ് എന്ന പോലെ തൻ്റെ രാഷ്ട്രീയ മീമാംസ അദ്ദേഹം ചിട്ടപ്പെടുത്തി. ഒരു കാർമുകിൽ മാനത്തിലൂടെ നീങ്ങുമ്പോൾ എവിടെയെങ്കിലും പോയി പെയ്തുകൊള്ളൂ, നിന്റെ വരുമാനം എന്നെ തേടി ഇവിടെ എത്തുമെന്ന് സാഭിമാനം പറഞ്ഞിരുന്ന ഖലീഫയാണ് ഹാറൂൻ അർ റഷീദ്. എത്ര സാമ്രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു, എത്ര സൈനികർ, എത്ര പരിവാരങ്ങൾ, എത്ര സമ്പത്തുക്കൾ, എത്ര സന്തതികൾ. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും മരണം വരിക്കുന്ന ദിവസം ഖലീഫ ഹാറൂൻ റഷീദ് മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, അതാണ് പറഞ്ഞത്. മാ അഗ്ന അന്നി മാലിയ, എൻ്റെ സ്വത്ത് എനിക്കൊന്നുമേ ഉപകരിച്ചില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ ഭരണം അതെനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പരിതപിച്ചത്. അദ്ദേഹം മരണത്തേരിലേറി, അധികാരം അദ്ദേഹത്തിന് പോയി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ മഅ്മൂൻ മരണപ്പെട്ടപ്പോൾ മണ്ണിൽ കിടന്നു. താൻ മരിക്കുമെന്നറിഞ്ഞപ്പോൾ ചാരത്തിൽ കിടന്നു. ഹാറൂൻ റഷീദിനെ പോലെ തന്നെ മകൻ മഅ്മൂനും മാനം നോക്കി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, യാ മൻ ലാ യസൂലു മുൽക്കു ഇർഹം മൻ സാല മുൽക്കുഹു എന്നാണ്. ഇത് ഹാറൂൻ റഷീദ് പറഞ്ഞതാണ്. ഇതേപോലെ മകൻ മഅ്മൂൻ പറഞ്ഞതാണ്. രണ്ടാളും ഭരണാധികാരിയാണ്. എന്താ അതിൻ്റെ അർത്ഥം? യാ മൻ ലാ യസൂലു മുൽക്കുഹു, അധികാരം നീങ്ങിപ്പോകാത്തവനെ, ഇർഹം, നീ കരുണ കാണിക്ക്, മൻ സാല മുൽക്കഹു, അധികാരം നീങ്ങിപ്പോയവനോട്. ഭരണാധികാരിയാണ്, പക്ഷെ മരണദൂതൻ വിളിപാടകലെ, മരണദൂതൻ ആത്മാവിനെ തിരിച്ചു ചോദിക്കുവാൻ സമയമെടുക്കുമ്പോൾ പറയാണ് അധികാരം പോവുകയാണ്. അപ്പോൾ അധികാരം പോയവനോട്, അധികാരം ഒരിക്കലും പോകാത്തവനെ അള്ളാഹനെ വിളിക്കുകയാണ്, ഇർഹം, കരുണ കാണിക്ക് എന്നാണ് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. അത് ഹാറൂൻ റഷീദിൻ്റെ ചരിത്രത്തിൽ ഹാറൂൻ റഷീദ് സൈനികരെ വിളിച്ചുകൂട്ടി ആ സൈനികരുടെ മുമ്പിൽ തൻ്റെ മനസ്സ് തുറക്കുകയാണ്. എന്നിട്ട് വിധം പ്രാർത്ഥിച്ചപ്പോൾ ഹാറൂൻ റഷീദ് കരയുന്നുണ്ടായിരുന്നു. അത് കേട്ട് സൈന്യവും കരഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കോറിയത്, രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. എത്ര ഉദാഹരണങ്ങൾ ഇவ்விധം സഹോദരന്മാരെ നമുക്ക് വായിക്കുവാനുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഭൗതികമായി ഏറെ നേടിയവർ, ഭരണം നടത്തിയവർ, ആത്മീയമായും നേടിയവർ, അതിൽ എല്ലാ ഭരണാധികാരികളെപ്പോലെയല്ല അബ്ബാസികളുടെ ഭരണാധികാരികളിൽ ഹാറൂൻ റഷീദ്, അദ്ദേഹത്തിന് ഭൗതികമായ മികവുള്ളതോടൊപ്പം ദീനി മികവും ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രമാണ്. അബുദ്ദരീർ ഒരു പണ്ഡിതൻ, ഹദീസ് പണ്ഡിതൻ, കൊട്ടാരത്തിൽ വിജ്ഞാനം വിളമ്പാനും തൻ്റെ മക്കളെ പഠിപ്പിക്കാനും
കടന്നു വന്നിരുന്ന ഒരു അന്ധനായ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്. കൊട്ടാരത്തിൽ ഭക്ഷണം കഴിച്ചാൽ ഈ അന്ധനായ പണ്ഡിതന് കൈ കഴുകാൻ പോകുമ്പോൾ ഒരാൾ വെള്ളം പാർന്നു കൊടുക്കുമായിരുന്നു എന്നാണ്. ആ വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുമ്പോൾ അന്ധനായ പണ്ഡിതനോട് ചോദിക്കുമെന്നാണ്, ആരാണ് നിങ്ങൾക്ക് വെള്ളം കൈ കഴുകാൻ പാർന്നു തരുന്നത് അറിയുമോ? അപ്പോൾ ആരാണ്? അത് ഖലീഫ ഹാറൂൺ റഷീദാണ്. വിജ്ഞാനത്തോടും വിജ്ഞാനമുള്ളവരോടുമുള്ള ഹാറൂൺ റഷീദിൻ്റെ ഒരു സ്നേഹം, അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. അതേപോലെ ഹദീസിൻ്റെ വിഷയത്തിൽ ഹാറൂൺ റഷീദിൻ്റെ താല്പര്യം, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ കാണാൻ സാധിക്കും. പറഞ്ഞു വരുന്നത്, ഏറെ മികവിൽ മതപരമായിട്ടാകട്ടെ ഭൗതികമായിട്ടാകട്ടെ തങ്ങളുടെ കഴിവ് തെളിയിച്ചിരുന്നതായ മഹത്തുക്കൾ അവരൊക്കെ ഇവിടെ വിരാജിച്ചു ജീവിച്ചു. പക്ഷേ അവർക്കൊക്കെ ഒരു അവസാനവും അവിടെ നിന്നൊരു ഇറക്കവും നമ്മൾ വായിക്കുകയാണ്. അംർ ബിൻ ആസ്, ഞാൻ പറഞ്ഞു ദുഹാത്തുൽ അറബിൽ മറ്റൊരു വ്യക്തിത്വം. അംർ ബിൻ ആസ് എന്ന് പറഞ്ഞാൽ അൽ ആസ് ഇബ്നു വായിലിൻ്റെ രണ്ട് മക്കൾ ഹിഷാമും അംറും, രണ്ടാളും ഇസ്ലാം സ്വീകരിച്ചു എന്നത് ചരിത്രം. അതിൽ അംർ ബിൻ ആസ് ഏറെ ശ്രദ്ധേയമാണ്. ദാഹിയത്തുൽ അറബാണ്. അംർ ബിൻ ആസിൻ്റെ മികവ് അത് വളരെ ദൃഷ്ടാപരവും ശക്തിയുക്തവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹബശയിലേക്ക് ഹിജറ പോയവരെ ഹബശയിലെ രാജാവ് നേഗഷിനെ പറഞ്ഞു പറ്റിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ഖുറൈശികൾ നിയോഗിച്ച രണ്ടുപേരിൽ ഒരാൾ അംർ ബിൻ ആസാണ്. അംർ ബിൻ ആസിൻ്റെ ബുദ്ധി കൂർമ്മതയിൽ, കുതന്ത്രം മെനയുന്നതിലുള്ള കഴിവിൽ നജാഷി വീഴണം. എന്നിട്ട് നജാഷി ഹിജറ പോയ മുസ്ലിമീങ്ങളെ തിരിച്ചു തരാൻ ഖുറൈശികൾ നിയോഗിച്ച ദൂതനാണ് അംർ ബിൻ ആസ്. അദ്ദേഹത്തിൻ്റെ കഴിവാണ്. കാരണം അങ്ങനെ ദാഹിയത്തുൽ അറബ് എന്ന പേരിൽ അറിയപ്പെട്ട അംർ ബിൻ ആസ് ഇസ്ലാം സ്വീകരിച്ചു. തിരുദൂതരുടെ മുമ്പിൽ വന്നു. അദ്ദേഹം തൻ്റെ ഗതകാലങ്ങളെല്ലാം പൊറുക്കപ്പെടണം എന്ന രീതിയിൽ സംസാരിച്ചു കൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ വിശിഷ്യ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അംറിൻ്റെ ചരിത്രം ഒന്ന് വേറെയാണ്. ഈജിപ്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അംർ ബിൻ ആസിനെ വിസ്മരിച്ചുകൊണ്ട് ഈജിപ്തിൻ്റെ ചരിത്രമേ ഇല്ല. അത്രമേൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം മികച്ചതാണ്. ആ അംർ ബിൻ ആസ് മരണശയ്യയിൽ കിടക്കുകയാണ്. എത്ര ശക്തനായ വ്യക്തിത്വമാണ്, എത്ര നേതൃപാടവമുള്ള വ്യക്തിയാണ്. മരണക്കെട്ടിൽ കിടക്കുമ്പോൾ അംറിനോട് പറയാണ്, എന്താ നിങ്ങളുടെ അവസ്ഥ, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന്. അപ്പം അംർ പറയാണ്, കഅന്നഫി കെത്തിഫയ്യ ജബലൈ റദുവ എന്നാണ്. എൻ്റെ രണ്ട് ചുമലുകളിലും റദുവ പർവ്വതങ്ങൾ കെട്ടിത്തൂക്കിയതുപോലെ ഭാരമാണ് എന്നാണ്. വകഅന്നഫി ജൗഫി ഷൗഖു ഔസജ്, എൻ്റെ ഉള്ളിൽ ഔസജ് വൃക്ഷത്തിൻ്റെ മുള്ളുകൾ കുടുങ്ങിയതുപോലെയാണ്. വകഅന്ന റൂഹി തഖ്റുജു മിൻ സുകുദി ഇബ്ര, എൻ്റെ റൂഹ് ഒരു സൂചിയുടെ ദോരത്തിലൂടെ പുറത്തു പോകുന്നത് പോലെ ശ്വാസം മുട്ടലാണ്. ഉള്ളിൽ ഒരു മുൾച്ചെടിയുടെ മുള്ള് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നത് പോലെ അകപ്പെട്ടൊരവസ്ഥ. ഇരു ചുമലുകളിലും രണ്ട് പർവ്വതങ്ങൾ കെട്ടിത്തൂക്കിയതുപോലെ ഭാരിച്ച ഒരവസ്ഥ. സൂചിയുടെ ദോരത്തിലൂടെ റൂഹ് തിരിച്ചു പുറപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്നാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മരണത്തോടടുക്കുമ്പോൾ തന്നെ വിശദീകരിക്കുന്നത്, മരണത്തിൻ്റെ അവസ്ഥ വിശദീകരിക്കുന്നത്. അങ്ങനെ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് മരണപ്പെടുകയുണ്ടായി. ഉദാഹരണങ്ങൾ നമുക്ക് കുറേ ഉണ്ട്. പക്ഷെ ഇവിടെ വിഷയം നമ്മുടേത് വലിയ വലിയ വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വായിക്കുകയും അവരൊക്കെ പിന്നീട് അവിടെ നിന്നിറങ്ങി മരണത്തിന് കീഴ്പ്പെട്ടു എന്നതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ആലോചിക്കണം. ഇതുപോലെ ഒരു ഇറക്കവും ഒരു ഒടുക്കവും നമുക്കൊക്കെ ഉണ്ട് എന്നത്.
ധാർമ്മികമായി ആത്മീയമായി മികച്ചവർ, അവർ പരലോകയാത്രയായത് നമ്മൾ വായിക്കുമ്പോൾ അവർ ധാർമ്മികതയിലും ആത്മീയതയിലും ആ നിറവിലാണ് അവരുടെ പരലോകയാത്ര. നമ്മളുടെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മളുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന, എല്ലാവിധ തികവുമുള്ള മേലായ റബ്ബാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മികവിലും തികവിലും അധികാരത്തിനും ഒരിറക്കമില്ല, ഒരു ന്യൂനതയോ കുറവോ പോരായ്മയോ ഇല്ല. അള്ളാഹുവിന് അൽ ആസ് എന്ന വിശേഷണമുണ്ട്. അൽ ആസ് എന്നാൽ ഇസ്സത്ത്, അത് സമ്പൂർണാർത്ഥത്തിലുള്ളവൻ എന്നാണ്. അള്ളാഹുവിന് അൽ ആസ് എന്ന പേരുണ്ട് എന്ന് ഇമാം ഖുർത്തുബി, ഇബ്നു ഹസം അബ്ബാഹിരി, ഇബ്നുൽ വസീറിനെ പോലുള്ള പണ്ഡിതർ ഉണർത്തിയിട്ടുണ്ട്. പലരും അള്ളാഹുവിന് അൽ ആസ് എന്നൊരു പേരില്ല, അങ്ങനെ ഒരു വിശേഷണമുണ്ട് എന്ന പക്ഷക്കാരാണ്. പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ് അള്ളാഹു ഇസ്സത്തിൽ പൂർണ്ണനാണ് എന്നുള്ള സംഗതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഫ മർവക്കിടയിൽ സഈ നടത്തുമ്പോൾ നിർവഹിക്കുന്ന ഒരു ദുആയുണ്ടായിരുന്നു. ആ ദുആയിൽ അല്ലാഹുമ്മഗ്ഫിർ വർഹം വഅൻതൽ അഅസ്സുൽ അക്രം എന്നാണ് ഇബ്നു മസ്ഊദ് ദുആയിരക്കാറുള്ളത്. അല്ലാഹുവേ ഇഗ്ഫിർ വർഹം, നീ പാപം പൊറുക്കണമേ, നീ കരുണ കാണിക്കണമേ. വഅൻതൽ അഅസ് അൽ അക്രം, നീയാകുന്നു അൽ അഅസ്, അതേപോലെ നീയാകുന്നു അൽ അക്രം. അൽ അക്രം എന്ന് പറഞ്ഞാൽ അത്യുദാരൻ എന്നാണ്. അൽ ആസ് എന്നാൽ ഇസ്സത്ത്, ഏറ്റവും മികച്ച നിലയിൽ, ഏറ്റവും പൂർണ്ണമായ നിലയിലുള്ളവൻ എന്ന അർത്ഥത്തിലാണ്. ചില റിപ്പോർട്ടുകളിൽ സഈ നടത്തുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ പ്രാർത്ഥന വന്നത് ഇപ്രകാരമാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്: അല്ലാഹുമ്മ ഗ്ഫിർ വർഹം വഅഫ് അമ്മാ തഅലം വഅൻതൽ അഅസ്സുൽ അക്രം അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നാണ്. ഈ പ്രാർത്ഥന വിശിഷ്യ സഈയിൽ പ്രാർത്ഥിക്കാൻ നല്ല പ്രാർത്ഥനയാണെന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ ഈ പ്രാർത്ഥന പൂർവികർ നിർവഹിച്ച ഒരു സൽ പ്രാർത്ഥനയാണെന്ന് വിധിച്ചിട്ടുമുണ്ട്. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർ വർഹം, അല്ലാഹുവേ നീ പൊറുക്കണമേ, നീ കരുണ കാണിക്കണമേ. വഅഫു അമ്മാ തഅലം, നിനക്കറിയുന്നതിനെ തൊട്ട് നീ മാപ്പാക്കണമേ. വഅൻതൽ അഅസ്സുൽ അക്രം, നീയാകുന്നു അൽ അഅസ്, നീയാകുന്നു അൽ അക്രം. അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, അല്ലാഹുവേ ഇഹത്തിൽ നീ ഞങ്ങൾക്ക് നന്മ കനിയണമേ, പരത്തിലും നീ ഞങ്ങൾക്ക് നന്മ കനിയണമേ. വഖിന അദാബന്നാർ, നരകത്തിൽ നീ ഞങ്ങൾക്ക് കാവലേകണമേ. ഈ ആശയമുള്ള ഈ ദുആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഈൽ ദുആയിരക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഇസ്സത്താണ് വിഷയം. അത് ഏറെ പ്രാധാന്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ എത്രയോ പ്രാർത്ഥനകൾ എത്രയോ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്, വഇസ്സതിക് വഇസ്സതിക്, അള്ളാഹുവിൻ്റെ ഇസ്സത്താണ് സത്യം എന്ന്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹിഹായി ഉദ്ധരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: ഇന്ന ഇബ്ലീസ് ഖാല ലി റബ്ബിഹി, ഇബ്ലീസ് തൻ്റെ റബ്ബിനോട് പറഞ്ഞു, ബിഇസ്സതിക് വജലാലിക്, അള്ളാഹു നിന്റെ ഇസ്സത്താണ് സത്യം, നിന്റെ ജലാലാണ് സത്യം. ലാ അബ്റഉ ഉഗ്വി ബനി ആദം മാദാമത്തിൽ അർവാഹു ഫീഹിം, മനുഷ്യരിൽ റൂഹ് ശേഷിക്കുന്ന കാലം അത്രയും ഞാൻ അവരെ പിഴപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അള്ളാഹിൻ്റെ ഇസ്സത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ ജലാല് കൊണ്ട് ഇബ്ലീസ് ശപഥം ചെയ്ത് പറഞ്ഞതാണ്, മനുഷ്യരിൽ റൂഹുള്ള കാലത്തോളം മനുഷ്യരെ ഞാൻ പിഴപ്പിച്ചുകൊണ്ടിരിക്കും. എന്താ അള്ളാഹു അതിനോട് പ്രതികരിച്ചത്, ഇബ്ലീസിനോട് പ്രതികരിച്ചത്? ഫഖാൽ അള്ളാഹു പറഞ്ഞു, ഫബിഇസ്സതി വജലാലി, എൻ്റെ ഇസ്സത്താണ് സത്യം, എൻ്റെ ജലാലാണ് സത്യം. ലാ അബ്റഹു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, ഞാൻ അവർക്ക് പുറത്തുകൊണ്ടേയിരിക്കും അവരെന്നോട് പൊറുക്കലിനെ തേടുന്നിടത്തോളം കാലം. അള്ളാഹിൻ്റെ ഇസ്സത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ ജലാല് കൊണ്ട് അള്ളാഹു പറഞ്ഞത് അതാണ്. മനുഷ്യർ എന്നോട് പാപമോചനം തേടുന്ന കാലമത്രയും ഞാൻ അവരുടെ പാപം പൊറുത്തുകൊണ്ടേയിരിക്കും എന്ന്.
ഇവിടെ ഇബ്ലീസ് നമ്മളെ പിഴപ്പിക്കും, നമ്മളുടെ മേത്ത് ആത്മാവുള്ളിടത്തോളം കാലം എന്ന് അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ട് ജലാൽ കൊണ്ട് ശപഥം ചെയ്തു പറഞ്ഞു. അപ്പോൾ അള്ളാഹു തൻ്റെ ഇസ്സത്ത് കൊണ്ട് ജലാൽ കൊണ്ട് ശപഥം ചെയ്ത് അതിനോട് പ്രതികരിച്ചത് പൊറുക്കലിനെ തേടുന്ന കാലമത്രയും തെറ്റുകൾ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ട് സത്യം ചെയ്തത്, അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ട് ഇബ്ലീസ് സത്യം ചെയ്തത് നമ്മളിവിടെ വായിക്കുകയാണ്. എന്താ ഈ അള്ളാഹുവിൻ്റെ ഇസ്സത്ത്? വേറെയും ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്സത്ത് കൊണ്ടുള്ള സത്യം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുളിച്ചുകൊണ്ടിരിക്കെ സ്വർണത്തിൻ്റെ ജറാദുകൾ വീണ് ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. തൻ്റെ വസ്ത്രത്തിൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വർണ്ണ ജറാദുകളെ വാരിക്കൂട്ടിയ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ചോദിക്കുന്നുണ്ട്, യാ അയ്യൂബ് അലം അകുൻ അഗ്നൈതുക അമ്മാ തറ. അയ്യൂബ്, നിങ്ങൾക്ക് ഞാൻ എത്രയോ ഐശ്വര്യം നൽകിയിട്ടില്ലേ, പിന്നെ എന്തിനാണ് ഈ ഒരു വ്യഗ്രത എന്ന അർത്ഥത്തിൽ? അപ്പോൾ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനോട് പ്രതികരിച്ചത്, ബലാ വ ഇസ്സതിക്, അല്ലാഹുവേ നീ എനിക്കേറെ നൽകിയിട്ടുണ്ട്, നിന്റെ ഇസ്സത്താണ് സത്യം. വലാകിൻ ലാ ഗനാലി ലാ ഗിന ബി അൻ ബറകതിക്, നിന്റെ ബർക്കത്തിനെ തൊട്ട് എനിക്കൊരിക്കലും ധന്യതയില്ല. എത്രയും അള്ളാഹിൻ്റെ ബർക്കത്തുണ്ട് അത്രയും ബർക്കത്ത് കിട്ടണം. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്താണ് ഈ വീഴുന്നതെന്ന നിലക്കാണ് ഞാനിത് വാരുന്നത് എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രതികരിച്ചു. അവിടെ ബലാ വ ഇസ്സതിക്, അള്ളാഹുവെ നിന്റെ ഇസ്സത്താണ് സത്യം എന്ന് പറഞ്ഞാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രതികരിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് എന്ത് എന്ന് മനസ്സിലാക്കാനാണ്. നരകം അള്ളാഹുവിനോട് ആവലാതിപ്പെട്ട് എൻ്റെ ചില ഭാഗങ്ങളെ തിന്നുന്നു എന്ന് സങ്കടപ്പെട്ടു. നരകത്തിലെ തീ നാളങ്ങൾ ആളുന്നു, തീജ്വാല ഉയരുന്നു, കൂടുന്നു, അതാണ് വിഷയം. അതുകൊണ്ടാണ് നരകം അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ അള്ളാഹിനോട് ആവലാതിപ്പെട്ടത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖദമിനെ, പാദത്തെ നരകത്തിൽ വെക്കുകയുണ്ടായത്, അമർത്തുകയുണ്ടായത്. അപ്പം എന്താ നരകം പറഞ്ഞത്? ഖത്തിൻ ഖത്ത് വ ഇസ്സതിക്, അള്ളാഹുവേ നിൻ്റെ ഇസ്സത്താണ് സത്യം, മതി എന്നാണ്. അവിടെ അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ട് നരകം ആ സന്ദർഭത്തിൽ പ്രതികരിച്ചത് നമ്മൾ വായിക്കുകയാണ്. ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളം ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ടുള്ള സത്യം ചെയ്യൽ, ആ വിഷയത്തിൽ തിരുമൊഴികൾ. അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ട് സത്യം ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഇസ്സത്തിൻ്റെ പ്രത്യേകത അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വായിച്ചു ഇവിടെ അള്ളാഹു അൽ ആസിൻ, ആ അള്ളാഹുവിൻ്റെ ഇസ്സത്ത് അത് എല്ലാത്തിനെയും മികച്ചു നിൽക്കുന്നത്, ഒരിക്കലും അതിൽ കുറവ് വരാതെ, ന്യൂനത വരാതെ, മോശം വരാതെ, നഷ്ടപ്പെടാതെ, നശിക്കാതെ, മങ്ങാതെ, മായാതെ ഇസ്സത്തായി തുടരുന്ന മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ അങ്ങനെ ഇസ്സത്തുള്ള ഒരു റബ്ബാണ് നമുക്കെങ്കിൽ ആ റബ്ബ് നമുക്ക് പോരെ അവലംബിക്കാൻ, ആ റബ്ബ് പോരെ നമുക്ക് ആശ്രയിക്കാൻ, ആ റബ്ബ് പോരെ നമുക്ക് തവക്കുലാക്കാൻ, ആ റബ്ബ് പോരെ നമുക്ക് സഹായം തേടാൻ, ആ റബ്ബ് പോരെ നമുക്ക് ശരണം തേടാൻ, ആ റബ്ബ് പോരെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ, ആ റബ്ബ് പോരെ നമുക്ക് നമ്മുടെ മോഹങ്ങളെ പൂർത്തീകരിച്ചു തരാൻ, ആ റബ്ബ് പോരെ നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് ലബ്ധി ഉണ്ടാക്കാൻ, ആ റബ്ബ് പോരെ നമുക്കൊരു സന്തതിയെ തരാൻ, ആ റബ്ബ് പോരെ നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ച് അരുളപ്പെടാൻ. പക്ഷേ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, പല മനുഷ്യരും അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയില്ല എന്ന് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് പറയുന്നുണ്ട്. അതുപോലെയാണ് പലരുടെയും അവസ്ഥ. ആ റബ്ബിനെ വിട്ട് റബ്ബല്ലാത്തവരിൽ ഇത്തരം വിഷയങ്ങളിൽ ആശ്രിതരാകുന്ന മനുഷ്യരെ നമ്മൾ വായിക്കുന്നു. മുസ്ലിം നാമധാരികളെ വരെ നമ്മൾ വായിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി തുണയേകി അള്ളാഹു നമ്മളെ എല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. എല്ലാ മുസീബത്തുകളെയും അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പുണ്യത്തിൻ്റെ വേദിയിൽ
ഈ ഒരു വെള്ളിയാഴ്ച സുദിനം, ഈ ഒരു സന്ധ്യാസമയം നമ്മളെ ഒരുമിച്ച് കൂട്ടി. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടിയിരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. ആ ഹബീബിൻ്റെ ഷറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് കൗസർ കുടിച്ച് സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ അദാബില്ലാതെ കുതിച്ചുയരുവാൻ അള്ളാഹു നമുക്കെല്ലാം തുണയേകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها واستقرارها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.